Good morning, children. So for today, we are just going to study a chapter you have studied incompletely. നിങ്ങൾ പകുതി പഠിച്ചു നിർത്തിയ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോം. ഓക്കെ, അപ്പം ആ ചാപ്റ്റർ നമ്മൾ ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ് തൊട്ട് പഠിക്കാനുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ സെഷൻ. ഹോപ്പ് ഓൾ ഓഫ് യു വിൽ കീപ്പിംഗ് ഗുഡ്. ഓക്കെ ചിൽഡ്രൻസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. Harmful microorganism. We know that many organisms are very harmful to us. Many microorganisms, അല്ലേ, ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. സം വിൽ കോസ് ഡിസീസ്, അല്ലേ, ചിലത് എന്താണ് ഡിസീസ് കോസ് ചെയ്യാറുണ്ട്, അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. സ്റ്റുഡൻസ്, this you have to study what is pathogen. Pathogen എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൈക്രോ ഓർഗാനിസം വിച്ച് കോസ് ഡിസീസ്. ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തോജൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ് സ്റ്റുഡൻസ്, മൈക്രോ ഓർഗാനിസം വിൽ ഓൾവേസ് സ്പോയിൽ അവർ ഫുഡ്, അവർ ക്ലോത്ത്, അവർ ലെതേഴ്സ്. അതായത് കുറേ ദിവസം നമ്മൾ ഈ ലെതർ ബാഗൊക്കെ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ എടുത്ത് സൂക്ഷിച്ചൊന്ന് എടുത്ത് പൊടി തട്ടിയൊന്ന് വെച്ചില്ലേ വെച്ചാൽ അതിൻ്റെ പുറത്തൊക്കെ ഒരു വെള്ള പൊടി വരുന്ന കണ്ടിട്ടില്ലേ? ദാറ്റ് ഈസ് എ മൈക്രോ ഓർഗാനിസം. ദെൻ ക്ലോത്ത്, നമ്മുടെ ക്ലോത്തിലും ഇതേപോലെ തന്നെ വരാറുണ്ട്. കുറേ ദിവസം നമ്മൾ തുണികളൊന്നും എടുത്ത് ഒന്ന് പൊടി തട്ടി മടക്കി വെച്ചിട്ടില്ല വെച്ചാൽ അതിൻ്റെ അകത്ത് മൈക്രോ ഓർഗാനിസംസ് വന്ന് അത് കേടാക്കാം. പിന്നെ ഫുഡ്, ഭക്ഷണവും ഇതുപോലെ തന്നെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം, ഇങ്ങനത്തെ ഭക്ഷണം നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാലൊക്കെ മൈക്രോ ഓർഗാനിസംസ് വരും. സോ സ്റ്റുഡൻസ്, the microorganism will spoil our food, clothing and leather. Okay children, now we are going to discuss the disease causing microorganism in humans. Okay, which are the microorganisms which cause disease in us. നമ്മളിൽ ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് ഡിസീസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്? ത്രൂ വിച്ച് വേ, ഏത് രീതിയിലാണ്, ഏത് വഴിയിലൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത്? യെസ്, മൈക്രോ ഓർഗാനിസം വിൽ എൻ്റർ ഇൻ ടു അവർ ബോഡി ത്രൂ എയർ, വാട്ടർ, ഫുഡ് ഓർ ത്രൂ ഫിസിക്കൽ കോണ്ടാക്ട്. അതായത് എയറിലൂടെ, വാട്ടറിലൂടെ, ഫുഡിലൂടെ, അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു രോഗമുള്ള ഒരാളിൽ നിന്നും നമുക്ക് അയാളെ തൊടുമ്പോഴൊക്കെ നമുക്ക് ഫിസിക്കൽ ഒരു കോണ്ടാക്ട് വരുമ്പം അസുഖം കിട്ടാം. ഓക്കെ, ഇങ്ങനെയാണ് മൈക്രോബ്സ്, അതായത് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവുന്നത്. എന്നിട്ട് ഒരു മൈക്രോബിയൽ ഡിസീസ് ഉണ്ടാക്കുന്നു. സോ അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. മൈക്രോബിയൽ ഡിസീസ് ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം എ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു എ ഹെൽത്തി പേഴ്സൺ ത്രൂ എയർ, വാട്ടർ, food or physical contact are called communicable disease. So students, you have to study what is communicable disease is. You have to write in your note. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും, അസുഖമുള്ള ഒരാളിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിലേക്ക് ഈതർ ഒന്നില്ലെങ്കിൽ എയറിലൂടെ, അല്ലെങ്കിൽ വാട്ടറിലൂടെ, അല്ലെങ്കിൽ ഫുഡിലൂടെ, അല്ലെങ്കിൽ നേരിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ അയാളെ ഒന്ന് തൊടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ രോഗമുള്ള ആളിൽ നിന്നും രോഗമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഈ മൈക്രോബിയൽ ഡിസീസ് കിട്ടുന്നതിനെയാണ്, അങ്ങനത്തെ അസുഖങ്ങളെയാണ്, പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, എക്സാമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോളറ, കോമൺ കോൾഡ്, ചിക്കൻ പോക്സ് ആൻഡ് ട്യൂബർകുലോസിസ്. ഓക്കെ, കോളറ രോഗം കേട്ടിട്ടുണ്ടാവും. ദെൻ കോമൺ കോൾഡ്, സാധാരണ നമുക്ക് വരുന്ന പനി. ദെൻ ചിക്കൻ പോക്സ് അറിയാലോ. ദെൻ ട്യൂബർകുലോസിസ്, ക്ഷയം എന്ന് പറയുന്ന ഒരു അസുഖം. ഇതെല്ലാം എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്, അതായത് അസുഖമുള്ള ആളുകളിൽ നിന്നും നമുക്ക് പരക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻ യുവർ ടെക്സ്റ്റ് ഇറ്റ് ഇസ് ഗിവൺ വെൻ എ പേഴ്സൺ വിത്ത് എ കോമൺ കോൾഡ്. ഹിയർ ദിസ് പേഴ്സൺ ഹാവ് എ കോമൺ കോൾഡ്. ഓക്കെ, ഒരു ചെറിയ ജലദോഷപ്പനിയുണ്ട്. സോ ദിസ് പേഴ്സൺ വിൽ സ്നീസ്, അതായത് തുമ്മി. ഈ പേഴ്സൺ സ്നീസ് ചെയ്തപ്പം ഒരുപാട് തുള്ളികൾ, നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് അയാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ
എയറിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ് ഈ കാണുന്നത്. സോ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് വിൽ സ്പ്രെഡ് ഇൻ ദി എയർ. ഇൻ ദീസ് ഫൈൻ ഡ്രോപ്ലെറ്റ്സ്, ഓരോ ഡ്രോപ്ലെറ്റ്സിൻ്റെ അകത്തും ദർ ആർ സോ മെനി മൈക്രോ ഓർഗാനിസം, വൈറസ്. ഓക്കെ, കോമൺ കോൾഡിന് കാരണക്കാരായിട്ടുള്ള വൈറസസ് ആണ് ഈ പറയുന്ന സ്നീസ് ചെയ്യുന്ന എല്ലാ ഡ്രോപ്ലെറ്റ്സിലും ഉള്ളത്. ഇഫ് ദീസ് ഡ്രോപ്ലെറ്റ്സ് ഫോളോ ഓൺ എ ഹെൽത്തി പേഴ്സൺ, ഒരു അസുഖവുമില്ലാത്തൊരു ഹെൽത്തി പേഴ്സൻ്റെ മുഖത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് പതിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വൈറസ് വിൽ എൻ്റർ ഇൻ ടു ദിസ് പേഴ്സൺ ആൻഡ് കോസ് കോമൺ കോൾഡ് ഇൻ ദിസ് പേഴ്സൺ. ഓക്കെ, സോ ദിസ് കോമൺ കോൾഡ് ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കണ്ടോ, ഇറ്റ് സ്പ്രെഡ് ത്രൂ എയർ, എയറിലൂടെ സ്പ്രെഡ് ചെയ്യും. ദെൻ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയും പരക്കാം കേട്ടോ. ഇയാൾ ഉപയോഗിച്ച ടവലോ അല്ലെങ്കിൽ ഇയാളുടെ കയ്യോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കും കോമൺ കോൾഡ് കിട്ടാം. സെയിം വേ തന്നെയാണ് അല്ലേ കൊറോണ, നമ്മുടെ COVID-19 വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ അവർ ഹെൽത്ത് പ്രൊഫഷണൽസ് ആർ ആസ്കിങ് ടു വിയർ എ മാസ്ക്. നമ്മുടെ അടുത്ത് മാസ്ക് ധരിക്കാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇഫ് എ പേഴ്സൺ വിത്ത് കൊറോണ sneeze or talk anything, the droplets, the fine droplets from their mouth, nose will spread into the air, right children? When that air fall on our mouth or our hand, any other parts, that virus in the droplets, ആ വെള്ളത്തുള്ളികളിലുള്ള വൈറസ് will enter into our body and we will get infected. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ട് പോകും. So corona is also a communicable disease. Okay children, so I hope you understood what is communicable disease is. Communicable disease എന്ന് പറഞ്ഞാൽ പരക്കുന്ന രോഗങ്ങൾ. ഏതിലൂടെ? എയറിലൂടെ, വാട്ടറിലൂടെ, ഫുഡിലൂടെ, ഓർ ഏതർ ഫിസിക്കൽ കോണ്ടാക്ട്, നേരിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ പരക്കുന്ന രോഗങ്ങളാണ്. ഫോർ എക്സാമ്പിൾ കോളറ, കോമൺ കോൾഡ്, ചിക്കൻ പോക്സ് ആൻഡ് ദി ട്യൂബർക്കുലോസിസ്. ഓക്കെ, സം മൈക്രോ ഓർഗാനിസം will spread to one person to another person through some carriers. അതായത് ഒരു ആളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ് പോലുള്ള മൈക്രോ ഓർഗാനിസംസ് വേറെ ജീവികൾ വഴിയും പരക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാകും. അതായത് നമ്മുടെ ഹൗസ് ഫ്ലൈ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഹൗസ് ഫ്ലൈ എന്ന് വെച്ചാൽ ഈച്ച എന്താ ചെയ്യുക? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ ആനിമൽസിൻ്റെയൊക്കെ എക്സ്ക്രീറ്റർ, അതായത് ആനിമൽസിൻ്റെയൊക്കെ വേസ്റ്റ് അവർ ഇടുന്ന സ്ഥലത്തൊക്കെ അതിലൊക്കെ പോയിരിക്കും അല്ലേ. ദെൻ നമ്മളെപ്പോഴെങ്കിലും ഓർമ്മയില്ലാതെ ഫുഡൊക്കെ തുറന്നു വയ്ക്കുമ്പം അതിൽ പോയി ഇവരിരുന്ന് കഴിഞ്ഞാൽ ആനിമലിൻ്റെ എക്സ്ക്രീറ്റയിൽ നിന്നും കിട്ടിയ അതിൻ്റെ ശരീരത്തിൽ പറ്റിയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസൊക്കെ എവിടെ കൊണ്ടുവന്ന് വയ്ക്കും? നമ്മളുടെ ഭക്ഷണത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും. whoever eats that food, ആ ഫുഡ് ആരാണോ കഴിക്കുന്നത് അവർക്ക് അവരുടെ ശരീരത്തിലേക്ക് ആ മൈക്രോ ഓർഗാനിസം എൻ്റർ ആവും. ഇപ്പം മറ്റേ ഈ ആനിമൽസിൻ്റെ എക്സ്ക്രീറ്റയിൽ ഉണ്ടായിരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെ മനുഷ്യൻ്റെ ഉള്ളിൽ എത്തിച്ചത് എങ്ങനെയാണ്? ആര് വഴിയാണ്? ഹൗസ് ഫ്ലൈസ് അല്ലേ, ഈച്ചകൾ വഴിയാണ്. അപ്പോൾ ഈച്ചയാണ് ഇവിടുത്തെ കാരിയർ എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ കാരിയർ എന്നുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അതായത് microorganisms are carried from one person to another through a carrier. Okay, that carrier is the housefly. Another example for the carrier is female anopheles mosquito. Female anopheles mosquito. ഇത് ഒരു കൊതുകാണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ എന്ന് പറയുന്നത്. ഇതാണ് മലേറിയ കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കൊതുകിൻ്റെ അകത്ത് മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. എന്നിട്ട് ഈ കൊതു ആരെയൊക്കെ പോയി കടിക്കണോ അവർക്കൊക്കെ അവരുടെയൊക്കെ ശരീരത്തിലേക്ക് ആ മലേറിയ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം എൻ്റർ ആവും. സോ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഈസ് എ കാരിയർ. ആൻഡ് തേർഡ് എക്സാമ്പിൾ ഈസ് ഫീമെയിൽ ഏഡീസ് മൊസ്കിറ്റോ. ഏഡീസ് കൊതുകുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഏഡീസ് മൊസ്കിറ്റോ. ആൻഡ് ഇറ്റ് വിൽ സ്പ്രെഡ് ദി വൈറസ് കോസിങ് ഡെങ്കു. ഓക്കെ, ഡെങ്കു പനി ഉണ്ടാക്കുന്ന വൈറസുകളെ എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഈ ഫീമെയിൽ ഏഡീസ് മൊസ്കിറ്റോ ആണ്. മനസ്സിലായോ? സോ ഹിയർ ഫീമെയിൽ ഏഡീസ് മൊസ്കിറ്റോ ഈസ് എ കാരിയർ. സോ സ്റ്റുഡൻസ്, ചില കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പരക്കുന്ന ഡിസീസ് ഫുഡിലൂടെയും വാട്ടറിലൂടെയും അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയൊക്കെ പരക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇങ്ങനെ കാരിയേഴ്സ് വഴിയും പരക്കാറുണ്ട്. കാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖത്തിന് കാരണക്കാരായിട്ടുള്ള
മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് നമ്മൾ കാരിയേഴ്സ് എന്ന് പറയുന്നത്. Okay children, here there is a question. What are the measures taken to prevent the spread of communicable disease? നമ്മൾ ഇങ്ങനെ പരക്കുന്ന അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്? Okay, the answers are given as some points. First point, keep your food and water covered. That is very clear to you. Then use boiled water for drinking and use a handkerchief while sneezing. തുമ്മുമ്പോൾ ഒരു ഹാൻഡ്കർച്ചീഫ് പിടിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ അത് അവർക്ക് സ്പ്രെഡ് ആവില്ല. ദെൻ വാഷ് യുവർ ഹാൻഡ്സ് റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ ഹാൻഡ്സ് വാഷ് ചെയ്യുക. ദെൻ വിയർ എ മാസ്ക് വൈൽ ട്രീറ്റിംഗ് എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണെ നമ്മൾ പരിചരിക്കുന്ന സമയത്ത് നമ്മളൊരു മാസ്ക് ധരിക്കുക. ദെൻ അവരുപയോഗിച്ച സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതാണ് പറയുന്നത് ഡോണ്ട് യൂസ് തിങ്സ് യൂസ്ഡ് ബൈ ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺ ഉപയോഗിച്ച ഒരു തിങ്സും നമ്മൾ യൂസ് ചെയ്യരുത്. ദെൻ നമ്മുടെ സറൗണ്ടിങ്സ് ചുറ്റുപാടും ക്ലീൻ ആക്കി വെക്കുക. ഓക്കെ, ദീസ് തിങ്സ് യു ഹാവ് ടു റൈറ്റ് ഇൻ ദ നോട്ട്. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി സം ഡിസീസസ് ആൻഡ് ഇറ്റ്സ് causative microorganisms, its mode of transmission and the preventive measures. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കുറച്ച് ഡിസീസസിൻ്റെ പേര് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ അതിൻ്റെ കോസറ്റീവ് മൈക്രോ ഓർഗാനിസം മീൻസ് വിച്ച് ഓർഗാനിസം കോഴ്സ് ദി ഡിസീസ്. ഏത് മൈക്രോ ഓർഗാനിസമാണ് ആ ഡിസീസ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കോസറ്റീവ് മൈക്രോ ഓർഗാനിസം. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ത്രൂ വിച്ച് വേ, ഏത് രീതിയിലാണ് ഇത് പരക്കുന്നത്. എയറിലൂടെയാണോ, വാട്ടറിലൂടെയാണോ, ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയാണോ, അതാണ് ഈ ഒരു സൈഡിൽ ഈ ഒരു ബോക്സിൽ എഴുതിയിരിക്കുന്നത്. ദെൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. വാട്ട് മീൻസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്? അതായത് നമ്മൾ ആ രോഗം പരക്കാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. Okay, so first we are going to study the disease called tuberculosis. Tuberculosis means ക്ഷയം. Okay, ക്ഷയം എന്ന് പറയുന്ന ഒരു അസുഖമാണ് tuberculosis. Then tuberculosis is caused by a causative microorganism called bacteria. Okay, ഒരു ബാക്ടീരിയയാണ് tuberculosis ഉണ്ടാക്കുന്നത്. Then it is spread through air. Yes children, look, tuberculosis എങ്ങനെ സ്പ്രെഡ് ആവുന്നത്? എയറിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. Okay, then next disease is the measles. Measles is one of a communicable disease. ഒരു communicable disease ആണ് measles എന്ന് പറയുന്നത്. Okay, measles is caused by a virus ആണ് measles എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സ്പ്രെഡ് ത്രൂ എയറിലൂടെ തന്നെയാണ് measlesഉം സ്പ്രെഡ് ആവുന്നത്. ഓക്കെ ചിൽഡ്രൻസ്, ദെൻ നെക്സ്റ്റ് ഡിസീസ് ഇസ് ദി ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡിസീസാണ് അല്ലേ, ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ഇസ് ഓൾസോ കോസ്ഡ് ബൈ എ വൈറസ്. ഒരു വൈറസാണ് ചിക്കൻ പോക്സ് ഉണ്ടാക്കാനുള്ള കാരണക്കാരനാവുന്നത്. ദെൻ ഇറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോൺടാക്റ്റ്. യെസ് ചിൽഡ്രൻസ്, നോക്കൂ, ഇത് എയറിലൂടെയും പരക്കും, അതുപോലെ തന്നെ എന്താണ് കോൺടാക്റ്റ്. അതായത് ഈ ചിക്കൻ പോക്സ് ഉള്ള ആളുകളെ നമ്മൾ തൊടുമ്പോഴോ അല്ലെങ്കിൽ അവരുപയോഗിച്ച് എന്തെങ്കിലും സാധനങ്ങൾ എടുത്താലോ ഒക്കെ നമുക്ക് പകരും. അതാണ് ഈ പറയുന്നത് എയറിലൂടെയും കോണ്ടാക്റ്റിലൂടെയും നമ്മൾ എന്താണ് എന്താ പറയുക, ശാരീരികമായിട്ട് അവരെ എന്തെങ്കിലും തൊടുകയൊക്കെ ചെയ്യുമ്പം ഉള്ള അങ്ങനത്തെ കോണ്ടാക്റ്റ് വഴിയും ചിക്കൻ പോക്സ് സ്പ്രെഡ് ആവാം. ഓക്കെ, ദ ലാസ്റ്റ് ഡിസീസ് ഇസ് ദി പോളിയോ. നമ്മൾ പോളിയോ എടുക്കാറില്ലേ, മറ്റേ നമ്മളുടെ അംഗൻവാടീസിൽ പോയിട്ട് നമ്മൾ പോളിയോ എടുക്കാറുണ്ട് അല്ലേ. 5 വയസ്സ് വരെ പോളിയോ എടുത്തിട്ടുള്ള കുട്ടികളാണ്. യെസ്, പോളിയോ എന്ന് പറഞ്ഞൊരു ഡിസീസാണ്, ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ദെൻ ദ പോളിയോ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. അതും ഒരു വൈറസ് തന്നെയാണ് പോളിയോ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് വാട്ടർ. യെസ് ചിൽഡ്രൻസ്, ഈ പോളിയോ ഡിസീസ് സ്പ്രെഡ് ആവുന്നത് എയറിലൂടെയും വാട്ടറിലൂടെയാണ്. Okay children, then what are the things we do to prevent these 4 diseases? tuberculosis, measles, chicken pox and polio. ഈ 4 അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം പ്രിവെൻറ്റീവ് മെഷേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് ഈ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. ഈ 4 എണ്ണത്തിനും കൂടി വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. സോ ഫസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത്? കീപ് ദി പേഷ്യൻറ്റ് ഇൻ എ കംപ്ലീറ്റ് ഐസോലേഷൻ. യെസ് ചിൽഡ്രൻസ്, നമ്മൾ ഈ പറയുന്ന 4 അസുഖങ്ങളിൽ ഏത് വന്നാലും ആ വന്ന ആളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഐസോലേഷനിൽ വെക്കണം. അതായത് അവരുമായിട്ട് അവരെ കാണാനോ ഒന്നും പാടില്ല. അവരെ ഒറ്റയ്ക്കൊരു മുറിയിൽ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക. ദെൻ ഡോണ്ട് യൂസ് ദി പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് പേഷ്യൻസ്. യെസ്, ഡോണ്ട് യൂസ് എനിത്തിങ്
ദാറ്റ് ബിലോങ്സ് ടു ദ പേഷ്യൻ്റ്. ആ പേഷ്യൻറ്റിൻ്റേതായിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ട, അത് അവർക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. നമ്മളത് കൈകാര്യം തൊടാൻ പോലും പാടില്ല. ഓക്കെ, ഇറ്റ് വിൽ സ്പ്രെഡ്. കണ്ടോ, കോണ്ടാക്റ്റിലൂടെ പരക്കുന്നതാണ് നമ്മുടെ ചിക്കൻ പോക്സ് ഒക്കെ. അപ്പം നമ്മളതൊന്നും ചെയ്യരുത്. ദെൻ ടേക്ക് വാക്സിനേഷൻ അറ്റ് സ്യൂട്ടബിൾ ഏജ്. യെസ് സ്റ്റുഡൻസ്, അതായത് നമ്മൾ ഈ പറയുന്ന പോളിയോ എടുക്കുന്നതും ഒക്കെ എന്താണ്, 5 വയസ്സ് വരെ നമ്മൾ പോളിയോ ഒക്കെ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്താണ്, നമ്മൾക്ക് ഈ പോളിയോ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതേപോലെ ഈ പറയുന്ന 4 കമ്മ്യൂണിക്കബിൾ ഡിസീസസും വരാതിരിക്കാൻ സ്യൂട്ടബിൾ ഏജിൽ, അതായത് കറക്റ്റ് ഏജിൽ വി ഹാവ് ടു ടേക്ക് vaccines. Okay, for this 4 disease there are vaccines. Tuberculosis-നും measles-നും chicken pox-നും പോളിയോയ്ക്കും ഒക്കെ വാക്സിൻസ് ഇന്നുണ്ട്. ഓക്കെ, സോ വി ഹാവ് ടു ടേക്ക് ദ വാക്സിൻസ് ഫോർ ദീസ് 4 ഡിസീസ് അറ്റ് സ്യൂട്ടബിൾ ഏജ്. ഓക്കെ, സ്യൂട്ടബിൾ ഏജിൽ കറക്റ്റായിട്ടുള്ള ഒരു വയസ്സിൽ, ഏത് വയസ്സിലാണോ വാക്സിൻ എടുക്കേണ്ടത് ആ വയസ്സിൽ തന്നെ നമ്മൾ ഈ 4 രോഗങ്ങൾക്കും ഉള്ള വാക്സിൻസ് നമ്മൾ എടുത്തിരിക്കണം. സോ ദീസ് ആർ ദി പ്രിവെൻറ്റീവ് മെഷേഴ്സ് we can take. Okay children, next set of disease is the first one, cholera. Okay, cholera is a disease caused by a causative microorganism, bacteria. Okay, so the cholera is caused by a bacteria, then it will spread through water and food. Okay, അതായത് ഈ ചീത്ത വെള്ളത്തിലും അതുപോലെ തന്നെ കേടുവന്ന ഭക്ഷണത്തിലൊക്കെയാണ് ഈ കോളറ കോസിങ് ബാക്ടീരിയ ഉണ്ടാവുക കേട്ടോ. സോ ഇറ്റ് വിൽ സ്പ്രെഡ് ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്. നമ്മൾ അങ്ങനത്തെ ഫുഡോ അല്ലെങ്കിൽ അങ്ങനത്തെ വാട്ടറോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിലെ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എൻ്റർ ആവും, ദെൻ കോളറ കോസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഡിസീസ് ഇസ് ദി ടൈഫോയിഡ്. ടൈഫോയിഡ് ഇസ് എ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. അതും ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് ടൈഫോയിഡ്. ഇറ്റ് വിൽ സ്പ്രെഡ് ത്രൂ വാട്ടർ. യെസ് ചിൽഡ്രൻസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് എന്ന് വെച്ചാൽ ഈ മൈക്രോ ഓർഗാനിസംസ് ഉള്ള വസ്തുക്കളെയാണ് കണ്ടാമിനേറ്റഡ് എന്ന് പറയുക. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയാണ് ഇത് പകരുന്നത്. ഓക്കെ, ഈ 2 അസുഖങ്ങളും നമ്മൾക്ക് ഇല്ലാതാക്കാൻ, അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ 2 അസുഖത്തിനും വേണ്ടിയിട്ട് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, മാൻറ്റെയിൻ എ പേഴ്സണൽ ഹൈജീൻ. അതെ, നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കണം, അതായത് നമ്മളെ തന്നെ ക്ലീനായിട്ട് സൂക്ഷിക്കണം. ദാറ്റ് ഈസ് ദി പേഴ്സണൽ ഹൈജീൻ. ദെൻ മാൻറ്റെയിൻ ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സ്. വി ഹാവ് ടു കീപ്പ് എ ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സ്. ദാറ്റ് മീൻസ് വൈൽ യൂസിങ് എ ബാത്റൂം, നമ്മളൊരു ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ആക്കി ഇടണം അല്ലേ. മറ്റൊരാൾക്കത് യൂസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ബാത്റൂമിൽ പോയിട്ട് അത് പ്രോപ്പറായി ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അഗ്ലിയാണ്. മാത്രമല്ല അവിടെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. ദെൻ അതുവഴി മറ്റൊരാൾ വന്നിരിക്കുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. മാത്രമല്ല അത് വീട് മുഴുവൻ അല്ലേ, എല്ലാവർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനൊക്കെ കാരണമാവും. നമുക്ക് തന്നെ അത് ഒരു ബാഡായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കും. സോ വൈൽ യൂസിങ് എ ബാത്റൂം, നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ നന്നായിട്ട് നമ്മളെയും വൃത്തിയാക്കണം, നമ്മൾ യൂസ് ചെയ്ത ബാത്റൂമും നമ്മൾ നന്നായി വൃത്തിയാക്കണം. ദാറ്റ് ഈസ് ദി സാനിറ്ററി ഹാബിറ്റ്സ്. ഓക്കെ, സോ മാൻറ്റെയിൻ എ ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സ് ചിൽഡ്രൻസ്. ദെൻ കൺസ്യൂം കുക്ക്ഡ് ഫുഡ് ആൻഡ് ബോയിൽഡ് വാട്ടർ. യെസ് ചിൽഡ്രൻസ്, നമ്മൾ നല്ല തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, നന്നായിട്ട് കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുക. ദെൻ ഗെറ്റ് വാക്സിനേറ്റഡ്. നമ്മൾ റൈറ്റ് ടൈമിൽ പോയിട്ട് ഈ അസുഖങ്ങൾക്കൊക്കെയുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. കൊറോണയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. കോളറയ്ക്കും ടൈഫോയിഡിനും ഒക്കെയുള്ള വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ടു ടേക്ക് ദ വാക്സിൻസ് അറ്റ് കറക്റ്റ് ടൈം. Okay, that is the preventive measures we can take to prevent cholera and typhoid. Yes children, next disease is the hepatitis A. Next communicable disease is a hepatitis A. Okay, hepatitis is caused by a virus. Okay, and it will transmit through water. Okay, contaminated water ലൂടെയാണ് ഈ വൈറസ് പരക്കുന്നത്. സോ വാട്ട് വി ക്യാൻ ഡു ടു പ്രിവെൻറ്റ് ഹെപ്പറ്റൈറ്റിസ് എ? എന്തെല്ലാം പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാം? വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നത് എന്ന് പറഞ്ഞു അല്ലേ. സോ വി ക്യാൻ യൂസ് ബോയിൽഡ് വാട്ടർ. വെള്ളം തിളപ്പിച്ചാൽ ഈ വൈറസ് എല്ലാം നശിച്ചു പോകും. സോ വി ക്യാൻ യൂസ് ബോയിൽഡ് വാട്ടർ ടു ഡ്രിങ്ക്. ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് വാക്സിനേഷൻ അല്ലേ. വാക്സിനേഷൻ, ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. സോ യു ക്യാൻ ടേക്ക് വാക്സിനേഷൻ അറ്റ് റൈറ്റ് ടൈം ടു പ്രിവെൻറ്റ് ഹെപ്പറ്റൈറ്റിസ് എ. That's all children. Then we have another disease to study, malaria.
Yes, children, our last disease is malaria. Malaria is a disease caused by a causative microorganism called protozoa. ഓക്കെ, പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസമാണ് മലേറിയ ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ പ്രോട്ടോസോവ ഇതെങ്ങനെയാണ് പരക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ എ വെക്റ്റർ ത്രൂ എ കാരിയർ. നമ്മൾ കാരിയർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഒരു ജീവി വഴി ഈ മൈക്രോ ഓർഗാനിസംസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പരക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കാരിയർ എന്ന് പറയുക അല്ലേ? നമ്മൾ ഹൗസ് ഫ്ലൈ പഠിച്ചു, അതുപോലെ തന്നെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ പഠിച്ചു, ഏഡിസ് മൊസ്കിറ്റോ പഠിച്ചു അല്ലേ? ഡെങ്കുപ്പനി പരത്തുന്നത് ഏഡിസ് മൊസ്കിറ്റോ ആണ്, അതൊക്കെ പഠിച്ചു. അപ്പോൾ മൊസ്കിറ്റോ ആണ് അവിടുത്തെ കാരിയർ. അതേപോലെ മലേറിയ ഉണ്ടാക്കുന്ന ഈ പ്രോട്ടോസോവകളെ അസുഖമുള്ള ഒരാളിൽ നിന്നും അസുഖമില്ലാത്ത ഒരാളിലേക്ക് പരത്തുന്നത് ഈ മൊസ്കിറ്റോ ആണ്. ഓക്കെ, കൊതുകുകളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ കൊതുകുകൾ വഴി പരക്കുന്ന ഈ അസുഖത്തിനെ കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആദ്യം നമുക്ക് കൊതുകുകളെ നശിപ്പിക്കുക അല്ലേ? വി ക്യാൻ യൂസ് മൊസ്കിറ്റോ നെറ്റ്സ് ആൻഡ് റിപ്പല്ലൻസ്. യെസ്, വൈൽ സ്ലീപ്പിംഗ് വി ക്യാൻ യൂസ് മൊസ്കിറ്റോ നെറ്റ്സ്. നമുക്ക് കൊതുക് വല യൂസ് ചെയ്യാം. അതുപോലെ മൊസ്കിറ്റോ റിപ്പല്ലൻസ്, നമ്മളെ ഗുഡ് നൈറ്റിൻ്റെയൊക്കെ പലതരം റിപ്പല്ലൻസ് കിട്ടാറുണ്ട്. നമ്മൾ പ്ലഗിൽ കുത്തിയിട്ട് പ്ലഗ് ഓൺ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നുള്ള കെമിക്കൽ വരുമ്പം മൊസ്കിറ്റോസ് ഒന്നും അടുത്ത് വരില്ല. അതാണ് റിപ്പല്ലൻസ്. ഓക്കെ, then we can spray insecticides to kill mosquito. Yes, എവിടെയാണോ നമുക്ക് കൂടുതലായിട്ട് കൊതുകുകൾ അനുഭവപ്പെടുന്നത് വീടിൻ്റെ ചുറ്റുപാടൊക്കെ നമുക്ക് ഇൻസെക്ടിസൈഡുകൾ സ്പ്രേ ചെയ്യാം. ഇറ്റ് വിൽ കിൽ ദ മൊസ്കിറ്റോ. ഓക്കെ, മൊസ്കിറ്റോകളുടെ മുട്ട അല്ലേ, എഗ്ഗ് അവർ ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുമ്പോൾ അത് നശിപ്പിച്ച് കളയും. ദെൻ ഡോണ്ട് അലോ വാട്ടർ ടു കളക്ട് ഇൻ ദി സറൗണ്ടിങ്സ്. യെസ് സ്റ്റുഡൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ പരിസരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടേക്ക് നമ്മളെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, ഇപ്പോൾ പഴയ ടയറുകൾ, അതുപോലെ തന്നെ ചെറിയ ചിരട്ടകൾ, പാത്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ മഴവെള്ളം വന്നിട്ട് അതിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഈ വെള്ളത്തിലൊക്കെ ഇവർ വന്നിട്ട് എഗ്ഗ് ലേ ചെയ്യും, മൊസ്കിറ്റോസ്. ഓക്കെ, ദെൻ അത് എഗ്ഗ് ഹാച്ചായി കഴിയുമ്പോൾ മൊസ്കിറ്റോസ് ആയിട്ട് മാറും. സോ നമ്മളതിൻ്റെ ബ്രീഡിങ് പ്ലേസസ് ഒക്കെ നശിപ്പിച്ച് കളയണം. അതായത് മുട്ടയിടുന്ന സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിടുക. അപ്പോൾ ബ്രീഡിങ് പ്ലേസസ് എല്ലാം നമ്മൾ നശിപ്പിച്ച് കളയണം. അതിനുവേണ്ടി നമ്മളിങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തൂത്ത് കളയണം. ദാറ്റ് ഈസ് ദി 4th പോയിൻറ്റ്. ഡോണ്ട് അലോ വാട്ടർ ടു കളക്ട് ഇൻ സറൗണ്ടിങ്സ്. എവിടെയും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. സോ ദീസ് ആർ ദി കോമൺ ഡിസീസ് കോസ്ഡ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് മനുഷ്യന്മാർക്കുണ്ടാക്കുന്ന കുറച്ച് അസുഖങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ സ്റ്റുഡൻസ്? ഓക്കെ ചിൽഡ്രൻ, for now it is enough. We'll see in the next session. Do study. Okay children, see you in the next class. Bye. Take care.